സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. ഇന്നത്തെ ആദ്യ വിഷയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതാണ്. രാജ്യത്ത് CAA കൂടി പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ അടുത്ത ഓരോ ലക്ഷ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയാണ്. അതിൻ്റെ ഒരു പടി കൂടി കടന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നടപ്പാക്കാനായി അത് പഠിക്കാനായി നിയോഗിച്ച സമിതി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. 2029 നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും കൂടി ഒരുമിച്ച് നടത്തണം എന്ന് സമിതി നിർദ്ദേശിച്ചതായുള്ള സൂചന വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളം ഉൾപ്പെടെയുള്ള നിയമസഭകളുടെ കാലാവധി വെട്ടിച്ചുരുക്കേണ്ടി വരും. എന്തായാലും ഇത് രാജ്യത്തിന് സാമ്പത്തികമായും സമൂഹത്തിനുമൊക്കെ ഗുണകരമാകുന്ന ഒരു കാര്യമായിരിക്കും ഒറ്റത്തവണയായി ഇലക്ഷൻ നടത്തുന്നത് എന്നാണ് സമിതിയുടെ നിർദ്ദേശം. അച്ഛൻ, ഇപ്പോൾ CAA പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇനി ഇങ്ങനെ ഓരോ ലിസ്റ്റിൽ ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അടുത്തത് ഒരു രാജ്യം ഒരു ഇലക്ഷനാണ്. അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. അത് ഗുണകരമാകും സമൂഹത്തിന്, രാജ്യത്തിന് എന്നാണ് സമിതി കണ്ടെത്തിയിരിക്കുന്നത്, റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഗുണകരമാകുമോ എന്ന് കണ്ടെത്താൻ വേണ്ടിയല്ല സമിതി നിശ്ചയിച്ചത്. സമിതി നിശ്ചയിച്ചത് നടപ്പാക്കാൻ ആവശ്യമായ പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയാണ്. അത് ഗുണകരമാണ് എന്ന് ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് അറിയാം. അവർ 2014 മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞതാണ് അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വിദഗ്ധ സമിതി കൊടുത്ത നിർദ്ദേശത്തിൽ പറയുന്നത് 2029 നടപ്പാക്കാൻ പറ്റുമെങ്കിൽ നടപ്പാക്കണമെന്നാണ്. 2029 നടപ്പാക്കണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. അടുത്ത വരുന്ന സർക്കാരാണ് അത് ചെയ്യേണ്ടത്. അവർക്ക് 3/2 ഭൂരിപക്ഷം വേണം പാർലമെൻ്ററി സഭകളിലും. പിന്നെ ഇതൊരു ഫെഡറൽ വിഷയം കൂടി ആയതുകൊണ്ട് ഈ സംസ്ഥാന അസംബ്ലികളുടെ കൂടി കൺകറൻസ് ഇതിന് ആവശ്യം വേണ്ടി വരും. ഭരണഘടനാ ഭേദഗതിയും വേണ്ടി വരും. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുമ്പ് ഈ രാഷ്ട്രീയ പാർട്ടികളോട്, പ്രത്യേകിച്ചും നാഷണൽ പാർട്ടികളോടും സ്റ്റേറ്റ് പാർട്ടികളോടുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം തേടിയിരുന്നു. അഭിപ്രായം തേടിയതിൽ 62 പാർട്ടികളുടെ അഭിപ്രായം തേടിയതിൽ 45 പാർട്ടികൾ മാത്രമാണ് അഭിപ്രായം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, NCP തുടങ്ങിയ കുറേ പാർട്ടികൾ ഇതിന് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതേസമയം നാഷണൽ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, CPIM, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികൾ ഇതിനെ എതിർത്തുകൊണ്ട് അഭിപ്രായം കൊടുത്തിട്ടുമുണ്ട്. ഭൂരിഭാഗം പാർട്ടികളും അനുകൂല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ വിദഗ്ധ സമിതി പറയുന്നത്. അനുകൂല അഭിപ്രായമാണ്, അത് നടത്തണം എന്നാണ്. അതായത് BJP, ശിരോമണി അകാലിദൾ, പിന്നെ ഉള്ള ചെറിയ ചെറിയ പാർട്ടികൾ, ഇപ്പോൾ ബിജു ജനതാദൾ, അങ്ങനെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് പാർട്ടികൾ ഭൂരിഭാഗവും ഇതിനനുകൂലമായിട്ടാണ്. NPP തുടങ്ങിയ നോർത്ത് ഈസ്റ്റിലെ പാർട്ടികളൊക്കെ അതിനനുകൂലമായിട്ടാണ് എഴുതി കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം വാദപ്രതിവാദങ്ങൾ നടന്നൊരു സംഭവമാണ്. ഇതിൻ്റെ ഗുണദോഷങ്ങൾ, പ്രോസ് ആൻഡ് കോൺസ് നിരവധി തവണ ചർച്ച ചെയ്തതാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1968 വരെ സൈമിൾട്ടേനിയസ് ഇലക്ഷനാണ് നടന്നു വന്നിരുന്നത്, ലോക്സഭയിലേക്കും അസംബ്ലികളിലേക്കും. പിന്നീട് ചില അസംബ്ലികളുടെ കാലാവധി പൂർത്തിയാകാതെ പിരിച്ചുവിടേണ്ടി വരുന്ന അവസ്ഥ, ചിലതിൽ അവിശ്വാസ വോട്ടെടുപ്പ് നടന്ന് സർക്കാർ താഴ്പോകുന്ന അവസ്ഥ, അങ്ങനെ ചില സന്ദർഭങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയോ അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയോ ചെയ്യുമ്പോഴാണ് ആ സൈമിൾട്ടേനിയസ് എന്നുള്ള കാര്യം മാറുന്നത്. അപ്പോൾ അത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഗുണം ഒരു കാലത്ത് ഗുണമുണ്ടെങ്കിൽ അത് ഗുണം കോൺഗ്രസ് പാർട്ടിയാണ് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും പാർലമെൻറ്റിൽ, കേന്ദ്രത്തിലും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്കതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷനും സ്റ്റേറ്റ് ഇലക്ഷനും ഒരുമിച്ച് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണ്? ഇതിൻ്റെ ചിലവ് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിൻ്റെ ചിലവ് കുറയ്ക്കാൻ കഴിയും, ഒറ്റയടിക്ക് നടത്തുമ്പോൾ ചിലവ് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ന്യായം. ചിലവ് കൂടുതലാണ്, ചിലവ് കുറയ്ക്കണമെന്നുള്ളത് അതിൻ്റെ ഒരു എക്കണോമിക് ആംഗിളിൽ നോക്കുമ്പോൾ ശരിയാണ്. ചിലവ് കുറയ്ക്കണം, കാരണം ഇത്രയും മനുഷ്യാധ്വാനവും ഇത്രയും പണവും ചെലവഴിച്ച് നിലനിർത്തേണ്ടതുണ്ടോ ഈ ജനാധിപത്യത്തെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ഈ ജനാധിപത്യം നിലനിർത്താൻ ഇത്രയും ചിലവ് ആവശ്യമുണ്ടോ? മറ്റൊന്ന് പോളിസി പാരലൈസിസ് ആണ്. അതായത് സർക്കാരിനെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാ വർഷവും എവിടെയെങ്കിലുമൊക്കെ തിരഞ്ഞെടുപ്പുണ്ടാവും. ഇന്ത്യയിൽ എല്ലാ വർഷവും തിരഞ്ഞെടുപ്പുണ്ടാവും. അപ്പോൾ കുറഞ്ഞതൊരു 3 മാസമെങ്കിലും ഈ പറയുന്ന കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിൽ വരും. അപ്പോൾ സർക്കാരിന് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല. സർക്കാരിനെ സംബന്ധിച്ച് വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പ്രഖ്യാപിച്ച് നടപ്പിലാക്കാനുള്ള കാലതാമസം ഈ തെരഞ്ഞെടുപ്പുകൾ മൂലം ഉണ്ടാകുന്ന ഒരു തടസ്സമായി മാറുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു വർഷം, ഇപ്പോൾ ഒരു 1-2 മാസം തെരഞ്ഞെടുപ്പ് മാത്രം, 5 വർഷത്തിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ തൊട്ടുടനെ തന്നെ ഇപ്പോൾ ഈ സമിതി നിർദ്ദേശിച്ചിട്ടുള്ളത് പാർലമെൻറ്റ്, ലോക്സഭ, അതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം തൊട്ടുടനെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഇവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പെരുമാറ്റച്ചട്ടം നിലവില്ലാതെ കുറേ അധികം സമയം കിട്ടുകയും സർക്കാരിനെ സംബന്ധിച്ച് കൂടുതൽ
എന്താണ് വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പ്രഖ്യാപിച്ച് നടപ്പാക്കാൻ കഴിയും. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായ ഇതിൻ്റെ നേട്ടങ്ങളായിട്ട് പറയുന്നത്. പക്ഷേ ഇതിനെ എതിർക്കുന്നവർ മറ്റു പല കാര്യങ്ങളും പറയുന്നത് ഇത് രാജ്യത്തിൻ്റെ 1 ജനാധിപത്യത്തെ തകർക്കും, 2 ഫെഡറൽ സംവിധാനത്തെ തകർക്കും, 3 രാജ്യത്ത് പ്രാദേശിക പാർട്ടികൾ ഇല്ലാണ്ടാവും എന്നുള്ളതാണ്. പ്രാദേശിക പാർട്ടികൾ ഇല്ലാണ്ടാവും എന്ന് പറയാൻ കാരണം ഒരു ദേശീയ തെരഞ്ഞെടുപ്പ്, ഒരു ജനറൽ ഇലക്ഷൻ നടക്കുകയാണ്, ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റേറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ദേശീയ വിഷയങ്ങളായിരിക്കില്ല ചർച്ച ചെയ്യപ്പെടുക. അപ്പോൾ ദേശീയ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദേശീയ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകും, പ്രാദേശിക വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോവുകയാണ്. അപ്പോൾ കേരളത്തിന് സവിശേഷമായ പ്രശ്നങ്ങളായിരിക്കുമല്ലോ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുക. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടൊപ്പം കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാണെന്നിരിക്കുക, എന്ത് വിഷയമായിരിക്കും ചർച്ച ചെയ്യപ്പെടുക? തീർച്ചയായും പൗരത്വ വിഷയമായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. അപ്പോൾ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സവിശേഷമായ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ അതെന്തായി മാറും? ഇതൊരു ഈ സംസ്ഥാനങ്ങളുടെ ഒരു അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറും അത്. കാരണം സംസ്ഥാനങ്ങളുടെ സവിശേഷമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകും എന്നുള്ളതുകൊണ്ട് അത് സംസ്ഥാനങ്ങളുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്, ഫെഡറൽ ഘടനയെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ്. മറ്റൊന്ന്, പ്രാദേശിക പാർട്ടികളുടെ പ്രസക്തി നഷ്ടപ്പെടും. അവരെങ്ങനെ ഈ ദേശീയ പാർട്ടികളോട് എങ്ങനെ മത്സരിച്ച് ജയിക്കും? ദേശീയ പാർട്ടികളോടൊപ്പമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പമാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ പ്രാദേശിക പാർട്ടികളെ സംബന്ധിച്ച് അവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ മുങ്ങിപ്പോവും. 1 മുങ്ങിപ്പോവും, 2 ദേശീയ പാർട്ടികളുടെ പ്രചാരണ സംവിധാനങ്ങളോട് നേരിടാൻ താരതമ്യേന വിഭവങ്ങൾ കുറഞ്ഞ പ്രാദേശിക പാർട്ടികൾ കഴിയാതെ വരും. അപ്പോൾ ഇത് ഒരു അമേരിക്കൻ സ്റ്റൈലിൽ ഒരു ദ്വിപാർട്ടി സംവിധാനത്തിലേക്കൊക്കെ പിന്നീട് ഇത് മാറാൻ സാധ്യതയുണ്ട്. RSSൻ്റെയും BJPയുടെയും ഒരു ആഗ്രഹവും അതാണ്, ഒരു ദ്വിപാർട്ടി സംവിധാനത്തിലേക്ക് പോവുക, പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുവരിക, പാർലമെൻ്ററി സംവിധാനം മാറ്റി പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുവരിക. വാജ്പേയി സർക്കാരിൻ്റെ അടുത്തൊരു കമ്മീഷൻ നിയോഗിച്ചതാണ് ഇത്തരം കാര്യങ്ങൾ നടപ്പാവുമോ ഇല്ലേ, സാധ്യമാവുമോ ഇല്ലേ എന്ന് അന്വേഷിക്കാൻ. അതായത് ഇപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പരമാധികാരം പാർലമെൻറ്റിനാണ്. അതിന് പകരം ഒരു വ്യക്തി, ഒരു എക്സിക്യൂട്ടീവിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുക, അത് പ്രസിഡൻ്റ് ആവുക എന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ റഷ്യ, തുർക്കി പോലുള്ള രാജ്യങ്ങൾ അങ്ങനെ മാറിയതാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയും മാറ്റാൻ കഴിയുമോ? ഒരു പാർലമെൻ്ററി സംവിധാനം, അമേരിക്ക ഒരു ഉദാഹരണം. അപ്പോൾ അത്തരം സംവിധാനത്തിലേക്ക് മാറാൻ കഴിയുമോ? അതിന് ഗുണദോഷങ്ങളെ പറ്റിയുള്ള ചർച്ചകളുണ്ട്. പക്ഷേ പൊതുവെ ഇത് വിലയിരുത്തപ്പെടുന്നത്, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന VDEMൻ്റെ ഡെമോക്രാറ്റിക് ഇൻഡെക്സിൽ ഇന്ത്യ ഉള്ളത് ഒരു ഇലക്ട്രൽ ഓട്ടോക്രസി എന്ന് പറയുന്ന ഒരു സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പക്ഷേ സ്വേച്ഛാധിപത്യപരമായ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു രാജ്യമായി ഇന്ത്യയുടെ ഇൻഡെക്സ് മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ ഫെഡറലിസത്തിനും എത്രമാത്രം അപകടകരമാണ് എന്നാണ് ഈ ആശയത്തെ എതിർത്തുകൊണ്ട് കത്ത് നൽകിയ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നത്. തീർച്ചയായിട്ടും ആ ആശങ്കകൾ ഉള്ളതാണ്, അത് വാലിഡായിട്ടുള്ള ആശങ്കകളാണ്. മറ്റൊരു കാര്യം, ഇത് നടപ്പാക്കാൻ പോകുന്ന സ്റ്റേജിൽ ഇപ്പോൾ ഈ എതിർപ്പുകളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് നടപ്പാക്കുന്ന അവരുടെ ഒരു അജണ്ടയാണ്, BJPയുടെ ഒരു അജണ്ടയാണ്. അവരത് നടപ്പാക്കാൻ തന്നെ മുന്നോട്ട് പോകും. അങ്ങനെ നടപ്പാക്കി കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് സീരിയസ് ആയ ആലോചനകൾ നടന്നിട്ടില്ല എന്ന് വേണ്ടി പറയാം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റേറ്റുകളുടെ ഒരു യൂണിയനാണ്. ഇത്രയും ഡൈവേഴ്സായിട്ടുള്ള മറ്റൊരു രാജ്യം ലോകത്തില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒന്ന് സോവിയറ്റ് യൂണിയനായിരുന്നു. സോവിയറ്റ് യൂണിയന് പോലും പല അർത്ഥത്തിൽ അവർ റാഷ്യലായി, മീൻസ് വംശീയമായി പോലും ഒരൊറ്റ ജനതയാണ്, പല ഭാഷകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ പല രീതിയിൽ ഡൈവേഴ്സിഫൈഡ് ആണ്. കൾച്ചറലി, ലാംഗ്വേജ്, മതം, ജാതി, രാഷ്ട്രീയം, ജിയോഗ്രഫി, അങ്ങനെ പല രീതിയിൽ വ്യത്യസ്തത ഉള്ള ഒരു രാജ്യത്ത് 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്നത് മറ്റ് ചിലതിൻ്റെ കൂടി തുടക്കമാണെന്ന് മാത്രമല്ല, അത് പലതരത്തിൽ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ തന്നെ ബാധിക്കാൻ പോകുന്ന തരത്തിലുള്ള ഛിദ്രതയ്ക്കും ഭിന്നാഭിപ്രായങ്ങൾക്കും ഇടം വയ്ക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ BJP ആയതുകൊണ്ട് അങ്ങനെ ആലോചിച്ചൊന്നും ചെയ്യില്ല. അവരുടെ അജണ്ട നേരത്തെ തന്നെ സെറ്റ് ചെയ്തതാണ്. അവരതിലേക്ക് പോകും. അവരെത്ര ജനാധിപത്യപരമായി ഈ കാര്യത്തെ സമീപിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണുന്നത്. യെസ് നിഷാദ്, ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ ഏത് രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടാവുക? ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ, സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉയർത്തപ്പെടുന്ന വിഷയങ്ങൾ, അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾ എന്നിവയുടെ എല്ലാം പ്രാധാന്യം ഇല്ലാതാതിനെക്കുറിച്ചാണ് നേരത്തെ അജിംസ് സംസാരിച്ചത്. നമുക്കറിയാവുന്ന ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇത് നടത്താനാണ് അവരുടെ പരിപാടി. അപ്പോൾ ആർട്ടിക്കിൾ 370 കശ്മീരിൻ്റെ സവിശേഷ അധികാരം എടുത്തു കളയുക വളരെ ഈസിയാണോ എന്ന് ചിന്തിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷേ അമിത്ഷാ പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുത്ത് വായിക്കുകയും ആ ബില്ല് പാസ്സാക്കുകയും ചെയ്യുമ്പോൾ ഒറ്റ ദിവസം കൊണ്ടൊരു സംസ്ഥാനത്തെ ഇല്ലാതാക്കുക എന്നത് സാധ്യമാണ് എന്ന് തെളിയിച്ചെന്ന പാർട്ടിയാണ് BJP. അവരിത് നടത്തുന്നു.
പൗരത്വം എന്ന് പറയുന്നത് നിങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ച ഭരണഘടനയുടെ മേലെ സഞ്ചരിക്കുന്ന, ആ ഭരണഘടനയിൽ റൺ ചെയ്യുന്ന രാജ്യമാണിത്. പക്ഷേ എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? പൗരത്വം മതാടിസ്ഥാനത്തിലാക്കി വിതരണം ചെയ്യുന്ന ഒരു രാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അത്ഭുതപ്പെടും, പക്ഷെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വലിയ ജനാധിപത്യ സംവിധാനമുണ്ട്, നമുക്കൊരു വലിയ ജനപ്രതിനിധി സഭയും ഭരണഘടനയുമുണ്ട്. അതുകൊണ്ട് BJPയുടെ ഈ അതിമോഹങ്ങളൊന്നും അത്ര എളുപ്പമായിരിക്കില്ല എന്ന ആത്മവിശ്വാസം ഇനി കൊള്ളുന്നതിൽ കാര്യമില്ല. 2029 സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് അവതരിപ്പിച്ച് അത് തന്ത്രപരമായി BJP പാസ്സാക്കിയെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രാജ്യത്തുണ്ടായി വരുന്ന പ്രൊട്ടസ്റ്റുകളെ, ഈ രാജ്യത്തുണ്ടായി വരുന്ന ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ എങ്ങനെയായിരിക്കും അവർ മറികടക്കുക എന്നുള്ള ചോദ്യമുണ്ട്. നോക്കൂ, പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് പലയിടത്തായി പലതരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു പ്രതിഷേധത്തോടും ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ CAA നടപ്പിലാക്കും, പിന്നീട് പോപ്പുലേഷൻ രജിസ്ട്രി വരും, അതിനുശേഷം ഞങ്ങൾ NRC നടപ്പിലാക്കും, രാജ്യത്താകമാനമുള്ള മുഴുവൻ മനുഷ്യരുടെയും പൗരത്വം പരിശോധിക്കും, ഞങ്ങൾ കുഴപ്പമുണ്ടാക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകളെ, പ്രതിഷേധങ്ങളെ അവർ വകവയ്ക്കില്ല എന്ന് മാത്രമല്ല, അത്തരം പ്രതിഷേധങ്ങളെ രാജ്യസ്നേഹം, രാജ്യസുരക്ഷ, അഖണ്ഡത പോലെയുള്ള സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് ചെറുക്കുകയും അതിൻ്റെ പേരിൽ ആളുകളെ ഒരുപക്ഷെ ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യാൻ കൂടി അവർ മടിക്കില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ രാജ്യത്ത് ഒരു ബഹുസ്വരമായ രാജ്യമാണ്. അപ്പോൾ ഇതൊരു ബഹുസ്വര രാജ്യം, ഡൈവേഴ്സിറ്റിയെ ഒരിക്കലും അംഗീകരിക്കുന്ന, ഡൈവേഴ്സിറ്റി എന്ന ആശയത്തോട് ഒരു നിലയ്ക്കും യോജിപ്പില്ലാത്ത കക്ഷിയാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് നമ്മൾ നന്നായി ഓർത്തുകൊള്ളുക. അവരാഗ്രഹിക്കുന്നത് ഏറ്റവും മേലെ ഒരു മഹാചക്രവർത്തി ഇരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ തിട്ടൂരങ്ങൾ ഈ രാജ്യത്തെങ്ങുമാട് നടപ്പിലാക്കപ്പെടുന്നു, അതിനിടയിൽ ബഹുസ്വരതയുടെ വേറെ സ്പേസിനൊന്നും ഒരു സാധ്യതയും ഇല്ല എന്നതാണ്. എന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് ഒരു പാർട്ടിയെ ഉണ്ടാവും പാടുള്ളൂ, ആ പാർട്ടിയുടെ ആശയങ്ങളെ ഉണ്ടാവും പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണിത്. ഇപ്പോൾ 1 നേഷൻ 1 ഇലക്ഷനെ കുറിച്ച് സ്റ്റഡി നടത്തിയ ഒരു ഏജൻസി പറയുന്നുണ്ട്, ഒറ്റയടിക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഏറ്റവും കുറഞ്ഞത് 73% ആളുകളെങ്കിലും ഒരേ പാത്തിൽ ചിന്തിക്കുമെന്നാണ്. ആ തെരഞ്ഞെടുപ്പിൽ, ആ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്ന 70%-ലധികം ആളുകൾ ഒരേ വിഷയത്തിന്മേലും ഒരേ മൂഡിലും ചിന്തിക്കും. അപ്പോൾ ഒരു നാഷണൽ മൂഡ് ക്രിയേറ്റ് ചെയ്യുക, ബാക്കി എല്ലാത്തിനെയും തട്ടി താഴെ കളയുക. ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്ത് നോക്കിയാൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കർണാടകയിലേക്കുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ദിവ്യയ്ക്ക് ഓർമ്മയുണ്ട്. അവിടെയൊക്കെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തുകയോ ആരോഗ്യകരമായ സീറ്റ് നമ്പർ ഉണ്ടാക്കുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടാണ്. തൊട്ടുടനെ വരുന്ന നരേന്ദ്രമോദി നായകനാകുന്ന തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് എന്താണ്? ക്ലീൻ സ്വീപ്പാണ്. നരേന്ദ്രമോദി വാരി വടിച്ചുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് നാഷണൽ ഇലക്ഷനിൽ വേറെ തന്നെ വിഷയം, വേറെ രാജ്യസ്നേഹം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുണ്ടാകുന്ന സ്തോഭജനകമായ സംഭവങ്ങൾ, ആ സംഭവം പെട്ടെന്നുണ്ടാകുന്ന ഉയർത്തിവിടുന്ന രാജ്യസ്നേഹം, ഇതിൽ ആളുകൾ മൊത്തം അങ്ങോട്ട് കവേർഡായി പോകും, മുങ്ങിപ്പോവും. ബാക്കി വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ ബാക്കി വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാനോ ഉള്ള ഇടമില്ലാതാക്കുക. അപ്പോൾ ഇത് ഒരു ലാർജർ പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഈ രാജ്യത്തെ ഒറ്റ ചരടിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒന്നാണ്. അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വളരെ മധ്യവർഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. കാരണം ഓരോ വർഷവും തെരഞ്ഞെടുപ്പ് നടത്താൻ ശതകോടികൾ ചിലവാക്കുകയാണ്. അത്രയും പൈസ നമ്മളിതിനാണ് ചിലവാക്കുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ആവുകയാണ് ഓരോരോ ഇടവേളകളിൽ. അപ്പോൾ അത് കേൾക്കുമ്പോൾ വളരെ രസമുള്ള സംഗതിയാണ്. അപ്പോൾ 9,000 കോടി രൂപയ്ക്ക് പുതിയൊരു പാർലമെൻറ്റ് മന്ദിരം വളരെ പെട്ടെന്ന് എല്ലാ എതിർപ്പുകളും മറികടന്ന്, കോവിഡിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അത് മറികടന്ന്, മനുഷ്യർക്ക് സൗജന്യ വാക്സിൻ കൊടുക്കാനോ സൗജന്യ ഭക്ഷണം കൊടുക്കാനോ പോലും തയ്യാറാവാതെ 9,000 കോടിക്ക് വളരെ വേഗത്തിൽ ഒരു പാർലമെൻറ്റ് മന്ദിരം ഉണ്ടാക്കി അത് ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായ മോദിക്ക് ഈ രാജ്യത്ത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ അതിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് പണം ചെലവാക്കുന്നതിനെക്കുറിച്ച് ആദ്യമാണ്. വേറെ ഏതെല്ലാം വഴിക്ക് പണം കളയുന്നു? 4,000 കോടിക്ക് നമ്മളൊരു വലിയ പ്രതിമ ഉണ്ടാക്കി. ആ പ്രതിമ ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ സഹായിക്കാനുള്ളതാണോ? എന്തിനെല്ലാം വേണ്ടി കൂടുതൽ പ്രതിമയുടെ പ്രോജക്റ്റുകൾ സർക്കാരിൻ്റെ ക്യൂ ലിസ്റ്റിലുണ്ട്. അപ്പോൾ പറയാണ് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ കൂടുതൽ ചിലവുണ്ടാകും. തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എന്താണ്, ആർക്കാ ചിലവ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന് കുറച്ച് ചിലവുണ്ട്, അത് സ്വാഭാവികമാണ്. പിന്നെ ചിലവ് പറയുന്ന ആർക്കാണ്? കക്ഷികൾക്കാണ്. BJPക്ക് ആ നിലയ്ക്ക് എന്താ സാമ്പത്തിക പ്രയാസമുള്ളത്? ഒരു പ്രയാസമില്ല. അത് മാത്രമല്ല, അതിനൊക്കെ ഫണ്ട് ചെയ്യുന്ന വേറെ ആൾക്കാരാണ്. അവർക്ക് ആർക്കും ഒരു പ്രയാസം വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ സാമ്പത്തികമായി ചിലവ് വരും എന്ന് പറയുന്നത് തന്നെ ഒരു നിലയ്ക്കും ആത്മാർത്ഥതയില്ലാത്ത, യുക്തിയില്ലാത്ത ഒരു ആരോപണമാണ്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ഏറ്റവും നീതിയുക്തമായി നടപ്പിലാകുന്നതിന് ഈ എന്താ പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഫ്രീസ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്താണ്, ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ കയ്യിലെടുക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ TV തുറന്നു നോക്കൂ, നരേന്ദ്രമോദി സർക്കാരുമായി ബന്ധപ്പെട്ട ആ വസ്തുതകളും പാതി വസ്തുതകളും ഒക്കെ ചേർത്തിട്ടുള്ള പരസ്യങ്ങൾ ഇങ്ങനെ കുത്തി ഒഴുകി വരികയാണ്. അതിന് മുഴുവൻ ഫണ്ട് ചെയ്യുന്ന ആരാണ്? സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണ് സർക്കാർ പണം എടുത്ത് ചിലവാക്കുന്നത്. അത് ഇലക്ഷൻ സമയത്ത്
ബാക്കി എല്ലാവരും സ്വന്തം കയ്യും ചിലവാക്കണം. അങ്ങനെ ചിലവാക്കാൻ ഇപ്പോൾ ആരുടെയും കയ്യില്ല. ഇപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞ കേട്ടോ, ഞങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ല, എടുത്ത് ചിലവാക്കാൻ പൈസ ഇല്ല. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഭരണകൂടം അതിൻ്റെ അധികാരത്തിൻ്റെ സകല സാധ്യതകൾ ഉപയോഗിക്കും. തെരഞ്ഞെടുപ്പിനെ എന്ത് ചെയ്യാൻ, പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പ്രൊപ്പഗൻഡ നടപ്പിലാക്കാൻ, ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് പലതരം കാര്യങ്ങൾ ചെയ്യാൻ. അതിനെന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത് പ്രധാന സംഗതിയാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യതയിന്മേലാണ് ഈ രാജ്യം നിലകൊള്ളുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യതയ്ക്ക് വേണ്ടി ഈ സർക്കാരിൻ്റെ പവർ ചില സ്ഥലത്ത് പരിമിതപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഭരണം നടക്കാതെ പോകുന്നു. ബാക്കിയുള്ള സമയത്ത് വളരെ സ്മൂത്തായി ഭരണം നടക്കുന്ന കാലത്ത് പെട്ടെന്ന് പദ്ധതികൾ അവതരിപ്പിക്കുകയും ജനങ്ങളുടെ ജീവസന്ധാരണ പ്രശ്നങ്ങളിൽ ഈ ഭരണകൂടം ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതൊന്നുമല്ല. അപ്പോൾ ഇത് ഒരു സംഘ് പരിവാറിൻ്റെ RSSൻ്റെ ഒരു ഏകശിലാത്മകമായിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിനെ ആളുകൾക്ക് കേൾക്കുമ്പോൾ തോന്നുന്ന സുഖകരമായ ചില കവറുകളിട്ട് പൊതിഞ്ഞിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് അപകടകരമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രാദേശിക കക്ഷികൾക്കും പ്രാദേശിക സംസ്കാരങ്ങൾക്കും പ്രാദേശിക വിഷയങ്ങൾക്കും സ്പേസ് ഇല്ലാതെ വരുന്ന ഒരു ഘട്ടം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഇന്ത്യ, അതായത് സംസ്ഥാനങ്ങളുടെ വിവിധതരം ഉപദേശീയതകളുടെ സങ്കലനമായ ഈ രാജ്യത്ത് അസ്വാരസ്യത്തിൻ്റെ കനൽ പൊള്ളിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംഗതികൾ നിരന്തരമായി നടപ്പിലാക്കാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ അതിനകത്ത് അകത്ത് എന്തൊക്കെ വെന്ത് നീറുന്നു എന്നുള്ളത് പരിശോധിക്കാനുള്ള ബാധ്യത ഈ ഭരണകൂടത്തിനുണ്ട്. ഇല്ലെങ്കിൽ അവൻ നേരിട്ട് അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഉറപ്പായിട്ടും വിചാരിക്കണം, ഇത് നടപ്പിലാവുമ്പോഴാണ് ഒരു ദിവസം അമിത്ഷാ പോക്കറ്റിൽ നിന്ന് പേപ്പർ എടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല, ഇത് അവതരിപ്പിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് ഗുണമായിരിക്കില്ല ചെയ്യുക എന്നത് തീർച്ചയായ സംഗതിയാണ്. യെസ്, അതാണ്. എതിർപ്പുകളൊന്നും കേന്ദ്ര സർക്കാർ പരിഗണിക്കാനേ സാധ്യതയില്ല. CAA പ്രാബല്യത്തിൽ വന്നതുപോലെ തന്നെ ഒരു ദിവസം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കും. അതിൽ യാതൊരു സംശയവുമില്ല.